പല പല ആംഗിളുകളിൽ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ് അത്. പിന്നെ കായിക വകുപ്പുമായി ബന്ധപ്പെട്ട മാത്രം ഒരു വിഷയമല്ല എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. GSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു അന്വേഷണം നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ സ്പോൺസർ തീരുമാനിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മുതൽ ഇതിൻ്റെ ഫണ്ട് കൈമാറ്റം നടന്നിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് എങ്ങനെയാണ് അതിൻ്റെ മറ്റ് വിശദാംശങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. 10 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഒരു കിറ്റ് കിട്ടുന്നതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇപ്പം കായിക ആസ്ഥാനത്ത് കിറ്റൊക്കെ കൂട്ടിയിട്ട് നശിപ്പിച്ചതായിട്ടുള്ള ഒരു വാർത്തയും ഇതിന് മുന്നേ വന്നായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് കായിക താരങ്ങൾക്കെല്ലാം കിറ്റ് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ്? അല്ല, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ കൂടുതലായിട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ടാകും. ഇന്നിപ്പോൾ ഇവിടെ കോളേജ് ലീഗിൻ്റെ മത്സരങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നത്. വോളിബോളിൻ്റെ മത്സരങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നത്. ഒന്നാം സമ്മാനം 1 ലക്ഷം രൂപ ഉൾപ്പെടെ നൽകുന്ന ഒരു മത്സരങ്ങളാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കുന്ന എല്ലാ ടീമുകൾക്കും കിറ്റ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ 10ഓളം ക്ലബ്ബുകൾക്കും ഇതിൻ്റെ ഭാഗമായി കിറ്റുകൾ വിതരണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ പൊതുവിൽ കോളേജ് ലീഗിൻ്റെ ഭാഗമായി ടീമുകളെ സെലക്ട് ചെയ്തിട്ടുള്ളത് യൂണിവേഴ്സിറ്റി തലങ്ങളിൽ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച ടീമുകളെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. 16 ടീമുകളാണ് ഇവിടെ മത്സരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോളേജ് ലീഗ് മത്സരങ്ങൾ കുറച്ചും കൂടി കൂടുതൽ ഊർജ്ജസ്വലമായി നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞാൽ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ തന്നെ അല്ലെങ്കിൽ ഏറ്റവും മികച്ച ടീമുകളിൽ നിന്ന് ഏറ്റവും മികച്ച പ്ലെയേഴ്സിനെ നമുക്ക് വളർത്തിയെടുത്ത് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇതിപ്പോൾ വോളിബോളിലാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റ് ഗെയിംസ് ഇനങ്ങളിലൊക്കെ തന്നെ നമ്മളതിനെ സംബന്ധിച്ച് കൂടുതൽ ആലോചന നടത്തുന്നുണ്ട്. ഇപ്പോൾ കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അതോടൊപ്പം തന്നെ ഖേലോ ഇന്ത്യയുമായി സഹകരിച്ചിട്ടാണ് ഇന്നത്തെ മത്സരങ്ങൾ കൂടെ തുടക്കം കുറിക്കുന്നത്. മെസ്സിൻ്റെ കാര്യത്തിൽ ഇപ്പം 3 ഉദ്യോഗസ്ഥരെയാണ് ഇപ്പം നിലവിൽ നോട്ടീസ് നൽകിയിട്ടുള്ളത്. അതിലും കൂടുതൽ ഉദ്യോഗസ്ഥരെ കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുന്നുള്ള കാര്യമാണ് ഇപ്പം സർക്കാർ വൃത്തങ്ങളിൽ നിന്നൊക്കെ അറിയാൻ പറ്റുന്നത്. എങ്ങനെയാണ് അതിൽ? അല്ല, അത് പല ആംഗിളുകളിൽ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ് അത്. പിന്നെ കായിക വകുപ്പുമായി ബന്ധപ്പെട്ട മാത്രം ഒരു വിഷയമല്ല എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. GSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു അന്വേഷണം നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ സ്പോൺസർ തീരുമാനിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മുതൽ ഇതിൻ്റെ ഫണ്ട് കൈമാറ്റം നടന്നിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് എങ്ങനെയാണ് അതിൻ്റെ മറ്റ് വിശദാംശങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റിപ്പോർട്ട് കൈമാറി ഗവൺമെൻറ് അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം പ്രഖ്യാപിക്കും. അതിന് വരെ വെയിറ്റ് ചെയ്യാം.